സാർ, കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് വിപണി ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളെ ആശ്രയിച്ചിട്ടാണല്ലോ ശരിക്കും ഇരിക്കുന്നത്. ആ വരുമാനത്തെ ബാധിച്ചാൽ, ഈ യുദ്ധം ഇവരുടെ നിലനിൽപ്പിനെയോ വരുമാനത്തിനെയോ ബാധിച്ചാൽ അത് കേരളത്തിലെ നിക്ഷേപങ്ങൾ കുറയ്ക്കാൻ ഇടവരുത്തില്ലേ? അതിൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഗൾഫ് രാജ്യങ്ങളെക്കാൾ കൂടുതലായിട്ട് കേരളത്തിനാണ് ഉണ്ടാകുന്നത്. കാരണം 85,000 കോടി രൂപയാണ് ഒരു വർഷം കേരളത്തിലേക്ക് മലയാളി GCCയിലുള്ള ആൾക്കാർ അഴക്കുന്നത്. അത് ഏകദേശം 1/5 ഓഫ് ദി ഇന്ത്യാസ് റെമിറ്റൻസ്. ഇന്ത്യയിലേക്ക് ലോകമെമ്പാടുന്നും അഴക്കുന്ന റെമിറ്റൻസിൻ്റെ 1/5 നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാക്കാവുന്ന വരും. കേരളത്തിലെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതും അങ്ങോട്ട് തന്നെയാണ് കൂടുതൽ. കാരണം ഏകദേശം 45,000-50,000 കോടി രൂപയുടെ എക്സ്പോർട്ടാണ് കേരളത്തിൽ നിന്ന് GCC കൺട്രിയിലേക്ക് പോകുന്നത്. കൂടുതലും ഫിഷ് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ, ഗ്രോസറീസ് ഒന്നുകൊണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അപ്പോൾ 45,000 കോടി രൂപയുടെ എക്സ്പോർട്ട് നടക്കുന്നുണ്ട്. ഇമ്പോർട്ട് ഡെഫിനറ്റ്ലി ഓൾ ഓവർ ഇന്ത്യ ചെയ്യുന്നത് പോലെ ഇതെല്ലാം നമ്മളുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, കാരണം ഒന്ന് റെമിറ്റൻസ് കുറയുന്നു, രണ്ടാമത് എക്സ്പോർട്ട് സ്റ്റോപ്പാവുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനാരിയോ വരുമ്പോൾ ശരിക്കും കേരളമാണ് പോയി കൂടുതലായിട്ട് ജാമാകുക എന്നുള്ളത്. ഗൾഫിൽ ഇത് താൽക്കാലികം മാത്രമാണ്. താൽക്കാലികം മാത്രമെന്ന് പറഞ്ഞാൽ യുദ്ധം നിന്നേ പറ്റും, നിന്നില്ലെങ്കിൽ അത് നിർത്തപ്പെടും, എവിടെ നിന്നെങ്കിലും നിർത്തപ്പെടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത്. യുദ്ധം നീണ്ടുപോയില്ലെങ്കിൽ അവർ റോൾ ഓവർ ആവും. കാരണം അവർ ധാരാളം സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന കൺട്രികളാണ്. അവർക്ക് ധാരാളം സർപ്ലസ് ഉണ്ട്. ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ യൂറോപ്പിലും അവിടെ ഇവിടെ എല്ലായിടത്തും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ധാരാളം സർപ്ലസ് ഉള്ള ആൾക്ക്. സോ ദേ ക്യാൻ ടേൺ ദ വീൽ ഈസിലി, ബട്ട് വി കനോട്ട് ടേൺ ദ വീൽ ഈസിലി. ദാറ്റ്സ് എ പ്രോബ്ലം. നമ്മളുടെ പ്രശ്നം ഇപ്പോൾ ഒരു വീട്ടിലേക്ക്, ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ മാസം 25,000 രൂപ എനിക്ക് റെമിറ്റൻസ് വരുന്ന സ്റ്റോപ്പ് ചെയ്താൽ എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ പരിങ്ങലുണ്ടാവും. അത് ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ അതുപോലെയാണ് ഗൾഫിലെ സ്ഥിതി. അവർക്ക് ധാരാളം ലിക്വിഡിറ്റി ഉണ്ട്, നാച്ചുറൽ റിസോഴ്സുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ല രീതിയിൽ തന്നെ റീസ്റ്റാർട്ട് ചെയ്യും. കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടാവും. പിന്നെ ഇറാൻ എല്ലാ GCC കൺട്രിയിലേക്കും ധാരാളം മിസൈൽസും ഡ്രോണുകളൊക്കെ അയച്ച്, പക്ഷേ ഒന്നും ഈ പറഞ്ഞ പോലെ ഡാമേജുകൾ ഉണ്ടാക്കിയതായിട്ട് കാണുന്നില്ല. പലരും 99% അവർ എയറിൽ തന്നെ ഡിസ്ട്രോയ് ചെയ്ത് കളയാം, അത് ലാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു വളരെ അനുകൂലമായൊരു ഘടകമാണ് ഈ ഗൾഫ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടുത്തെ NRIസിനെ സംബന്ധിച്ച് ഏതോ കമ്പനിയുണ്ട്, ആ കമ്പനിയിൽ 100 NRIs ഉണ്ട്. അത് ഇന്ത്യൻസായിട്ട്, ഇന്ത്യൻ എക്സ്പെർട്സ്, യൂറോപ്യൻ ആയിക്കോട്ടെ. ആ കമ്പനി തിരിച്ചും തുടങ്ങുമ്പോൾ 200 പേർ തന്നെ വേണം. അതിൽ കുറയ്ക്കാനുള്ള യാതൊരുവിധ റൂമും ഇല്ല അതിൻ്റെ അകത്ത്. അപ്പോൾ എല്ലാവർക്കും ജോലി ഉണ്ടാകും, എല്ലാവർക്കും കാര്യം താൽക്കാലികമായിട്ടാണ് അവരുടെ ഈ പ്രശ്നങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ കേരളത്തിൽ റെമിറ്റൻസ് റീസ്റ്റാർട്ട് ചെയ്യപ്പെടും. പക്ഷേ ഈ നഷ്ടപ്പെട്ട റെമിറ്റൻസ് അതിന് ഒരു ലിങ്ക് ചെയ്ത് പോരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നു മാത്രം.